വിദ്വേഷ പരാമർശ കേസിൽ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഹാജരാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കെ പി.സി. ജോർജിന്റെ വീട്ടിൽ നാടകീയ നീക്കങ്ങൾ. പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ബി.ജെ.പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പി.സിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പ്രകടനം നടത്തുമെന്ന് ബി.ജെ.പി പ്രവർത്തകരും അനുവദിക്കില്ലെന്ന് പോലീസും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗോകുലുണ്ട് കോട്ടയത്ത് നിന്ന്. ഗോകുൽ, എന്താണ് ഇനി പോലീസിന്റെ നീക്കം? പി.സി. ജോർജിന്റെ നീക്കം എങ്ങനെയാണ്? ഒരു പ്രകടനമായി എത്തുമോ? അങ്ങനെയാണെങ്കിൽ പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കാനാണോ പോലീസിന്റെ തീരുമാനം? എന്താണ് നിലവിലെ സാഹചര്യം? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അത്യന്തം നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് പി.സി. ജോർജിൻ്റെ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ബി.ജെ.പി നേതാക്കളും ബി.ജെ.പി പ്രവർത്തകരും ഒക്കെ തന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഈരാറ്റുപേട്ട CI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ബി.ജെ.പി പ്രവർത്തകർ ഒരുപക്ഷെ പ്രതിഷേധമായിട്ട് പി.സി. ജോർജിനെ സ്റ്റേഷനിലേക്ക് ആനയിച്ച് കൊണ്ടുപോകും എന്നുള്ള രീതിയിലുള്ള സൂചനകളൊക്കെ ലഭ്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈരാറ്റുപേട്ട പോലീസ് നിലവിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകുകയുണ്ടായത്. തുടർന്ന് ബി.ജെ.പി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. അതിനുശേഷം അദ്ദേഹത്തിന്, അതായത് ബി.ജെ.പിയുടെ ഈ വിഷയത്തിൽ നിലപാടെന്ന് പറയുന്നത് പി.സി. ജോർജിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകും എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിയുടെ മേഖല, അതോടൊപ്പം തന്നെ ജില്ലാ അധ്യക്ഷന്മാർ കൃത്യമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിഷേധം നടത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ അനുകൂലമല്ലാത്തൊരു നിലപാടാണ് ഉണ്ടാകുന്നതെങ്കിൽ ആവശ്യമെങ്കിൽ പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതാണ് ബി.ജെ.പി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ, മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി, അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ കോട്ടയം ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ജില്ലാ നേതാക്കളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം നിലവിൽ 100ഓളം പ്രവർത്തകരും ഇവിടെ തന്നെ ഉണ്ട്. ഒപ്പം പി.സി. ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും ഇവിടെയുണ്ട്. അദ്ദേഹം ബി.ജെ.പി നേതാക്കളുമായിട്ടൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ഈ കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ, ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഇനി അങ്ങോട്ട് നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്തായാലും ആ കാര്യത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഹരിച്ചേട്ടാ, എന്താണ് നിലവിലെ അവസ്ഥ? നിലവിൽ ഇവിടെ തൽക്കാലം യാതൊരു അവസ്ഥയില്ല. അദ്ദേഹം കൃത്യമായി, അദ്ദേഹം ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധിയായിട്ടിരുന്ന ഒരാളാണ് പി.സി. ജോർജ്. മറ്റുള്ള ആളുകളെയൊക്കെ അപേക്ഷിച്ച് വളരെ സീനിയറാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് വന്ന് അദ്ദേഹം തിരുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ കാണിക്കുന്നുള്ളതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. കൃത്യമായി അദ്ദേഹം DYSP എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന ദിവസം സമയം അവിടെ ഹാജരായിക്കോളാം എന്നൊരു ജനപ്രതിനിധി അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും ആളായിട്ടുള്ള ഒരാൾ പറയുന്ന സമയത്ത് അതിനെ മുഖവിലേക്ക് എടുക്കുകയാണ് പോലീസ് ചെയ്യണം. ഇനി ആരൊക്കെയോ തൃപ്തിപ്പെടുത്താനും ചില കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തട്ടിക്കൂട്ടുന്ന നാടകം മാത്രമുണ്ട്. ഇവിടെ വേറൊരു പ്രശ്നങ്ങളുമില്ല. ഇവിടെ ആളുകൾ ഇവർ പറയുന്ന അനുസരിച്ച്, പോലീസ് പറയുന്ന ഇവിടെ വലിയ സംഘർഷം ഉണ്ടാകുന്നു. ഇവിടെ ആരും വരാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന, ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഐഡൻറ്റിഫൈ ചെയ്ത് അറിയാം. ഇതിനകത്ത് സാധാരണ ജനങ്ങളെ മാസമായിട്ട് കൊണ്ടുവരാനോ ഒന്നും നടന്നു. ഇതിന് മുമ്പും പലപ്പോഴും ഈരാറ്റുപേട്ടയിലെ പോലീസ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളിവിടെ വന്നിരിക്കുന്ന നേതാക്കന്മാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾ നേതാക്കന്മാർ മാത്രമാണ്. അവരെ കൂട്ടി ആലോചിച്ചിട്ട് എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും. അദ്ദേഹത്തിന് പൂർണ്ണമായി പിന്തുണ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാവരും ഒന്നുചേർന്നിട്ടുള്ള എൻ്റെ ഒരു സന്ദേശം. എപ്പോഴായിരിക്കും അദ്ദേഹം ഹാജരാകുക എന്നുള്ളതിൽ എന്തെങ്കിലും സ്ഥിരീകരണം? ഇപ്പോഴത്തെ നിലയിൽ ഓരോ സമയത്തും പോലീസ് ഓരോ തരത്തിലുള്ള നാടകങ്ങളാണ് കളിക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള സമയത്ത് അദ്ദേഹം ഹാജരാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരി, എന്തായാലും ഇതിന് ശേഷം ഇനിയുള്ള ബി.ജെ.പി ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ശേഷമുള്ള നീക്കങ്ങൾ ഏത് വിധത്തിലായിരിക്കും? അല്ല, അത് പാർട്ടി അറസ്റ്റ്, അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായി തന്നെ പോകും. ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചിട്ട് അതാത് സമയങ്ങളിലാണല്ലോ. ഇപ്പോൾ പോലീസ് ഓരോ സമയത്ത് ഓരോ നീക്കങ്ങളല്ലേ എടുക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പാർട്ടി ആലോചിച്ചിട്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഈ പി.സി. ജോർജിനെ മനഃപൂർവ്വമായിട്ട് വേട്ടയാടുന്നു എന്നാണ് പറയുന്നത്. അതിനിപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താണ്? പി.സി. ജോർജിനെ മാത്രമായിട്ട് ഇങ്ങനെ വേട്ടയാടാൻ കാരണം എന്തായിരിക്കും? അത് ചില ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ലേ, വ്യക്തമല്ലേ? M.E. ഗോവിന്ദൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഡയലോഗ് എന്താ? ഒരു വലിയ വിഭാഗത്തെ, ഒരു വലിയ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുകയല്ലേ. ഏതെങ്കിലും തരത്തിലൊരു കേസെടുത്തോ? അതുപോലെ തന്നെ M.M. മണിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എത്ര തവണ ഇപ്പോൾ പി.സി. ജോർജിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നതിന് 100 ഇരട്ടി M.M. മണിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലേ? ഇവിടെ ഒരു നേതാവ് ഗണപതി മിത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ ഒരു വലിയ വിഭാഗത്തിന്റെ മനസ്സിനെ വ്രണപ്പെടുത്തിയില്ലേ? പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വെറും ഒരു നാക്കുപിഴ മാത്രമായി ലഘൂകരിക്കാൻ ബി.ജെ.പിക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം 30 വർഷത്തിലധികമായി സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വ്യക്തിയാണ്
ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളൊരു കാര്യം മറക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് കോടതി പോലും പി സി ജോർജിന് നൽകിയത്. ഇപ്പോൾ പി സി ജോർജിന്റെ വീട്ടിൽ നിന്നുള്ള നാടകീയമായ നീക്കങ്ങൾ, രംഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. പ്രകടനമായി ഇനി പോലീസ് സ്റ്റേഷനിൽ എത്താനാണോ, പോലീസിന്റെ നീക്കം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ ആകാംക്ഷ നിലനിൽക്കുന്നു. ആ സമയത്ത് വീണ്ടും ഈ വാർത്തയിലേക്ക്, ഈ വിഷയത്തിലേക്ക് മടങ്ങിയെത്താം. നിലവിൽ ഗോകുലാണ് കോട്ടയത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയത്.